ഓ, ഒന്നൊന്നര വീതി തന്നെ അല്ലേ? ഇത്ര വീതിയെ കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. ഹായ് ഫ്രണ്ട്സ്, കൊല്ലം ജില്ലയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന NH66 ആറൂര് പാതയുടെ നിർമ്മാണ കാഴ്ചകളിലെ പാർട്ട് 2 ആണ്. ആദ്യത്തെ വീഡിയോ നമ്മൾ കടമ്പാട്ടുകോണത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മേവറം വരെയുള്ള ഭാഗത്തെ കാഴ്ചകൾ കാണിച്ചു. അതായത് മേവറത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അതിൻ്റെ പൈലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് മേവറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടാണ് വീഡിയോസ് കാണിക്കുന്നത്, എവിടെയും കട്ട് ചെയ്യുന്നില്ല. നമ്മൾ പതിയെ ബൈക്ക് ഓട്ടിച്ചു കൊണ്ടുപോയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു 2-3 പാർട്ടായിട്ട് എടുക്കുന്നത്. കംപ്ലീറ്റ് ഒറ്റ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ വലിയ ലെങ്ത് വീഡിയോ ആവും. നമ്മൾ പതിയാണ്ട ഇത്രത്തോളം പതിയാണ് ഓടിച്ച് വീഡിയോ എടുക്കുന്നത്, എവിടെയും വീഡിയോ കട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ സംസാരത്തിൽ വലിയ വെള്ളി അങ്ങനെ വീണാൽ അത് മാത്രമാണ് കട്ട് ചെയ്യുന്നത്, അല്ലാതെ വീഡിയോ വേറെ എവിടെയും കട്ട് ചെയ്യത്തില്ല. നമ്മളിപ്പം കൊല്ലം ബൈപ്പാസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു മേവറത്ത് വരുന്ന ഒരു അണ്ടർപാസ്, അതിൻ്റെ പൈലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ മേവറം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഗദ്ദറുകൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ NS ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. തൂണിലാണ് വരുന്നത്, നല്ല വീതിയും ഹൈറ്റുള്ള അണ്ടർപാസ്സാണ്. ചെറിയൊരു ചരിവുണ്ടല്ലേ, ആ റോഡിൻ്റെ ആ ചരിവാണ് ഈ പാലത്തിലും വരുന്നത്. എന്തോ പ്ലാനിങ് ആണല്ലേ കേട്ടോ. അണ്ടർപാസ് നല്ല വീതിയുള്ള അണ്ടർപാസ്സാണ് കേട്ടോ. നല്ല വീതി എന്ന് വെച്ചാൽ അടിപൊളി വീതിയുള്ള അണ്ടർപാസ്സാണ്. അപ്പോൾ നമ്മൾ പാലത്തറ NS ഹോസ്പിറ്റലിൻ്റെ അവിടെ വരുന്ന അണ്ടർപാസ് കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തണം, കാരണം അണ്ടർപാസ് വരുന്നതിനെ കൊണ്ട് നല്ല ഉയരേണ്ടി വരും ഇവിടുത്തെ മെയിൻ റോഡ്. ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കാഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ. ആയത്തിൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് 1-2 ചെറിയ തോടുകളുണ്ട്. ആ തോടിന് കുറുകെയുള്ള പാലം, 2 ഭാഗത്തും ആ തോടിന് കുറുകെയുള്ള ചെറിയൊരു തോടാണ്. പാലം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് അടുത്തൊരു ചെറിയൊരു തോടുണ്ട്, അവിടെയും പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആണ് ആയത്തിൽ ജംഗ്ഷൻ വരുന്നത്. പൈലിംഗ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. പാലം
ആയത്തിൽ ജംഗ്ഷനാണ്. ആയത്തിൽ ജംഗ്ഷൻ അണ്ടർപാസും ഒരു പാലവും ഒരുമിച്ചാണ് വരുന്നത്. ഇതാണ് ഇവിടെ വരുന്ന അണ്ടർപാസ്. അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ഒരു തോടുണ്ട്. തോടിന് കുറുകെ വരുന്ന ഒരു പാലം, അതും ഇത്ര ഹൈറ്റിലാണ് വരുന്നത്. അപ്പുറത്തെ വശത്തും പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. കട്ട ബ്ലോക്ക്. ഇവിടെ അപ്പുറ സൈഡ് റോഡ് താറിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. മുമ്പേ പഴയ ബൈപ്പാസിലെ റോഡ് നല്ല കുറച്ചും കൂടെ ഹൈറ്റിലായിരുന്നു, ഉയർന്നായിരുന്നു. അത് ഇടിച്ച് താത്തിട്ടാണ് പുതിയ താറ് ചെയ്തിരിക്കുന്നത്. പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇവിടെ മുമ്പേ നിലവിലുണ്ടായിരുന്ന റോഡ് കുറച്ച് ഉയരത്തിലായിരുന്നു, അത് ഇടിച്ച് താത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന റോഡ് മുമ്പേ താഴ്ന്ന പ്രദേശമായിരുന്നു, അത് കെട്ടി ഉയർത്തുകയാണ് ചെയ്തത്. കേട്ടോ, ഈ ഭാഗത്ത് മുമ്പേ ഉണ്ടായിരുന്ന റോഡ് കേട്ടോ കുറച്ചും കൂടെ ഉയരത്തിലായിരുന്നു കേട്ടോ. അത് ഇടിച്ച് താത്ത് പുതിയ റോഡ് താറും ചെയ്തിട്ടുണ്ട്. കല്ലന്താഴത്ത് എത്തിയിട്ടുണ്ട്. കല്ലന്താഴത്ത് അണ്ടർപാസ്സാണ് വരുന്നത്. കല്ലന്താഴത്ത് അണ്ടർപാസ് രണ്ട് ഭാഗത്തേക്കുള്ള പണി ഏകദേശം ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. ഗഡറുകൾ സ്ഥാപിച്ചതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്കും പൂർത്തിയായിട്ടുണ്ട്. ഓ മോനെ, ഓ ഒന്നൊന്നര വീതി തന്നെ അല്ലേ. ഇത്ര വീതിയെ കാണുമ്പോൾ ഒരു ആശ്വാസമാണ്, മനസ്സിനൊരു കുളിർമ. അപ്പം കല്ലുന്താനം ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്രത്തോളം മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ, ഇനിയും ഉയരണം. നല്ല രീതിയിൽ വർക്ക് ഈ ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കുകയാണ്.
കല്ലുതാഴം ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്, പെഡസ്ട്രിയൽ അണ്ടർപാസ്സാണ്. ഇവിടെ നമുക്ക് സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടതുവശത്ത് ഈ സർവീസ് റോഡ് ഇപ്പം ഈ ഇടയ്ക്ക് ടാർ ചെയ്തതാണ്. ഈ ഭാഗത്താണ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടാറിങ് മാത്രം ഒരു ലെയർ ഇതിൻ്റെ മേളിൽ വരുന്നത്, ബാക്കി എല്ലാ വർക്കും ഈ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡും ടാർ ചെയ്തിട്ടുണ്ട്, മെയിൻ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, ഡിവൈഡർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രാഷ് ബാരിയർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് കൊല്ലം ബൈപ്പാസിലെ മങ്ങാട് പാലം എത്തുന്നതിന് മുമ്പുള്ള സ്ഥലം. മങ്ങാട് പാലം വലിയൊരു പാലമാണ്. ഇപ്പോഴും പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ചില സ്ഥലത്ത് പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1-2 അടുത്ത് പൈലിംഗ് ബാക്കി ഉണ്ടായിരുന്നു, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഗഡറുകളൊക്കെ സ്ഥാപിച്ചെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇനി പിയറിൻ്റെ വർക്ക് ബാക്കിയുണ്ട്, പിയർ ഗ്യാപ്പൊക്കെ കുറച്ച് തൂണിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇവിടെ നിർത്തി കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ ഭാഗത്ത്. അപ്പുറത്തോട്ട് 1-2 പിയറിൻ്റെ ഒക്കെ വർക്ക് ബാക്കിയുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പിയറിൻ്റെ വർക്ക് പൂർത്തിയായി, പിയർ ഗ്യാപ്പും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചതുപോലെ തന്നെ അവിടെ ഗഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ ഈ ഗഡറുകൾ സ്ഥാപിക്കുന്ന ഈ ക്രെയിൻ വഴിയാണ് കേട്ടോ. അന്ന് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഈ ക്രെയിൻ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്രെയിൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രെയിൻ വഴിയാണ് ഗഡറുകൾ ഇവിടെ സ്ഥാപിക്കുന്നത്. ഇപ്പോൾ
പൊളിക്കേണ്ടി വരും. കാരണം നല്ല ഉയർന്നിട്ട് ഇവിടെ റോഡ് വരുന്നത്. കാരണം ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ പണി ഈ ഇടയ്ക്കാണ് തുടങ്ങിയത്. പിയറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഒരു ഭാഗത്തേക്കുള്ള പിയറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. മറുഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അണ്ടർപാസ് വരുന്നതിനെ കൊണ്ട് തന്നെ നിലവിലുള്ള റോഡ് നല്ല രീതിയിൽ ഉയരും. പിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തേക്കുള്ള പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പിയർ ഗ്യാപ്പ് ആണ് ബാക്കിയുള്ളൂ. അടുത്ത പണി പിയർ ഗ്യാപ്പിൻ്റെ പണിയാണ്. ഇത് ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഇവിടെ നടന്നത്. രണ്ട് നാഷണൽ ഹൈവേ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ്. രണ്ടും നല്ല തിരക്കുള്ള റോഡാണ്. അപ്പോൾ അതേപോലെ തന്നെ വലിയ അണ്ടർപാസ് ആണ് കേട്ടോ ഈ ഭാഗത്ത് വരുന്നത്. ഈ ഭാഗത്ത് ചെറിയൊരു പാലം വരുന്നുണ്ട്. നീരാവിൽ പാലമാണ്. പാലത്തിനോടനുബന്ധിച്ചുള്ള മണ്ണിട്ട് ഉയർത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ വർക്കുകൾ ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഗട്ടറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മേളിലുള്ള കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പാലം കഴിഞ്ഞ് വീണ്ടും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കൊല്ലം ബൈപ്പാസിലുള്ള ടോൾ ഗേറ്റ് പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ടോൾ ഗേറ്റ് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തെ പണി ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന ടോൾ ഗേറ്റ് പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ കോൺക്രീറ്റ് റോഡായിരുന്നു. ആ കോൺക്രീറ്റ് റോഡ് കുത്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്ത് കട്ടിക്കാണ് ഇവിടെ കോൺക്രീറ്റ് റോഡുണ്ടായിരുന്നല്ലേ. പാറ പോലെ ഇരിക്കുന്നില്ലേ കോൺക്രീറ്റ്. നോക്കി കണ്ടോ, പാറ കുത്തി പൊട്ടിച്ചാണ്. അത്രത്തോളം കട്ടിക്കായിരുന്നു ഇവിടെ കോൺക്രീറ്റ് റോഡ് പണിഞ്ഞിരുന്നത്. ടോൾ ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വേണ്ട ആറൊരു പാതയുടെ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഡിവൈഡർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ക്രാഷ് ബാരിൻ്റെ രണ്ട് ഭാഗത്തെയും പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുരീപ്പുഴ പാലമാണ്. ആ പാലത്തിൻ്റെ പണി, പുതിയ പാലത്തിൻ്റെ പണി എത്രത്തോളമായെന്ന് നോക്കാം.
ഇവിടെ കുറച്ച് പൈലിംഗ് വർക്കുകൾ ബാക്കിയുണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു ശതമാനം തൂണിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പിയർ ഗ്യാപ്പും കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗദ്ദറുകൾ സ്ഥാപിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ പണിയൊക്കെ അതിവേഗം പുരോഗമിക്കുകയാണ് കേട്ടോ കൊല്ലം ജില്ലയിൽ. ഇവിടെ ഗട്ടറുകൾ സ്ഥാപിച്ച അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്കും പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളി. കാവനാടെത്തി. ഇവിടെ വലിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. 2 ഭാഗത്തേക്കുള്ള നിർമ്മാണം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. തൂണിൽ വരുന്ന അണ്ടർപാസ്സാണ് കേട്ടോ. അതിൻ്റെ മേളിൽ ഗട്ടർ സ്ഥാപിച്ചു, അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. വലിയ അണ്ടർപാസ്സാണ്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കൊല്ലം ടൗണിലേക്കാണ് പോകുന്നത്. അണ്ടർപാസ് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതിൻ്റെ മേളിൽ ഗട്ടറൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി അടിപൊളി. കാവനാട് നമ്മൾ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് പുതിയ റോഡ് ടാറിങ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ റോഡ് അത്ര കുറച്ച് ഉയർന്നിട്ടാണ് വരുന്നത്. ഉണ്ടോ, ഇവിടം വരെയാണ് വിശ്വസമുദ്രയുടെ വർക്കുള്ളത്. അല്ല സോറി, ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് അവിടം വരെയാണ്. ഇനി ഇവിടുന്നാണ് വിശ്വസമുദ്രയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നീണ്ടകര പാലം വരെയുള്ള വീഡിയോ, നമുക്ക് ഇന്നത്തെ വീഡിയോ നീണ്ടകര പാലം വരെയുള്ള വീഡിയോ കേട്ടോ. അത് കഴിഞ്ഞ് അതിന് ബാക്കി തൊട്ട് കൊല്ലം ജില്ലയുടെ ബോർഡർ വരെ അടുത്ത വീഡിയോ. നീണ്ടകര പാലമാണ്. 2 പുതിയ പാലമാണ് വരുന്നത്. ഇപ്പോൾ നിലവിലുള്ള പാലത്തിൻ്റെ 2 സൈഡിലായിട്ടായിരുന്നു പുതിയ 2 പാലം വരുന്നത്. പാലത്തിൻ്റെ പണി കാണാം, നിങ്ങൾ കണ്ടതുപോലെ ഇത്രത്തോളം ആയിട്ടുണ്ട്. പിയറിൻ്റെ വർക്ക് പൂർത്തി, പിയർ ഗ്യാപ്പ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ഈ റോഡ് സർവീസ് റോഡായിട്ട് മാറും. വശത്തും പുതിയ
പാലത്തിൻ്റെ പണി വളരെ വേഗം പുരോഗമിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പാലം കഴിഞ്ഞ ഒട്ടനെ ചേർന്ന് ഒരു അണ്ടർപാസ് ഉണ്ട്, അതിൻ്റെയും പണി പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. നീണ്ടകര പാലം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇടത് സൈഡിൽ പുതിയ റോഡിൻ്റെ വർക്ക് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഗ്രാവലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഫ്ലാഷ് ബാരിയറിൻ്റെ പണി രണ്ട് ഭാഗത്തും ഒരുപാട് ദൂരത്തേക്ക് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നീണ്ടകര പാലം കഴിഞ്ഞ് നീണ്ടകരയിലെത്തുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ പുതിയ റോഡിൻ്റെ നിർമ്മാണം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇപ്പം നിർമ്മാണം പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. റൈറ്റ് സൈഡ് കേട്ടോ, പുതിയ റോഡിൻ്റെ പണി വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇത്രത്തോളം വർക്ക് നടന്നിട്ടുണ്ട്. ഇത് ഇങ്ങോട്ടൊക്കെ നിറഞ്ഞ പ്രദേശമാണ്. അപ്പോൾ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇവിടെ പുതിയ റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് വരുന്നത്. മണ്ണിട്ട് ഉയർത്തി നിരപ്പാക്കി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെ പണി വളരെ ഒരുപാട് ദൂരത്തേക്ക് പണി പൂർത്തീകരിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ മുമ്പിരിക്കുകയാണ്. അടുത്ത വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓച്ചിറ വരെയുള്ള കാഴ്ചകളായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കരുനാപ്പഴ പാലം പണി തുടങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞു. അതൊക്കെ ഇവിടം വരെ ആയെന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.